സംവരണം ഇത്തിരി കൂടിപ്പോയോ അതോ പുരുഷന്മാർക്ക് പുല്ലുവിലയാണോ? ബസ്സിനകത്ത് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്. നിലവിൽ ബസ്സിനകത്ത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് RTOയുടെ പുതിയ ചേരിതിരിവ്. അതായത് നിലവിൽ സംവരണം ചെയ്ത സീറ്റുകൾക്ക് പുറമെ 4ഓളം സീറ്റുകൾ സ്ത്രീകൾക്ക് വേണ്ടി ഇനിയും നൽകണം. അതായത് ലേഡി സീനിയർ സിറ്റിസൺ എന്ന രീതിയിൽ 4ഓളം സീറ്റുകളാണ് പുതിയ രീതിയിൽ സംവരണം ചെയ്യപ്പെടേണ്ടത്. അതിൽ പുരുഷന്മാർ ഇരിക്കുന്നത് ശിക്ഷാർഹമാണ്. 30 സീറ്റുകളുള്ള ഒരു ബസ്സിനകത്ത് 18ഓളം സീറ്റുകൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇത് എന്ത് നിയമമാണ്? അതിനു പുറമെ മറ്റുള്ള സീറ്റുകളിലുമുണ്ട് സംവരണം. സീനിയർ സിറ്റിസൺ എന്ന രീതിയിൽ, അതായത് മുതിർന്ന പൗരന്മാർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളുമുണ്ട്. അതിൽ സ്ത്രീകൾ ഇരിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ ലേഡി സീനിയർ സിറ്റിസൺ എന്ന രീതിയിൽ RTO കൊണ്ടുവന്ന പുതിയ ചേരിതിരിവിൽ പുരുഷന്മാർ ഇരിക്കുന്നത് ശിക്ഷാർഹമാണ്. ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. വിശദമായ റിപ്പോർട്ട് കാണാം. സ്വകാര്യ ബസ്സുകളിലെ സ്ത്രീ സംവരണം കൂടിപ്പോയോ? ബസ് യാത്രക്കിടയിൽ ശ്രദ്ധയിൽപ്പെട്ട ഈ കാര്യത്തെക്കുറിച്ച് കണ്ടക്ടറോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് RTO രൂപപ്പെടുത്തിയെടുത്ത പുതിയ നിയമത്തിൽ ഉൾപ്പെട്ടതാണെന്ന്. സംവരണം ചെയ്യപ്പെട്ട സീറ്റുകളിൽ മറ്റുള്ളവർ ഇരിക്കുന്നത് നിയമലംഘനമായിരിക്കെ യാത്രക്കാരിൽ ചിലർക്കൊക്കെ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. മുതിർന്ന പൗരൻ എന്ന സംവരണ സീറ്റ് മുൻപ് തന്നെ ഉള്ളതാണ്. എന്നാൽ ഇതിൽ തന്നെ മുതിർന്ന പൗരനായ സ്ത്രീക്ക് വേണ്ടി പുതിയ സംവരണ നിയമം RTO ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നിരിക്കുന്നു. മാനുഷിക പരിഗണന പോലുമില്ലാതെ സംവരണം ചെയ്ത അവകാശത്തിനു വേണ്ടി അടികൂടുന്ന കാഴ്ചയാണ് ഇപ്പോൾ ബസ് യാത്രകളിൽ കാണാൻ സാധിക്കുന്നത്. ബാക്കി വരുന്ന സീറ്റുകൾ 5-6 പേരിയ്ക്കുമ്പോൾ പുരുഷന്മാർ കമ്പിയിൽ പിടിച്ചാണ് യാത്ര ചെയ്യേണ്ടത്. സംവരണമൊക്കെ നല്ലതു തന്നെ. പക്ഷേ പുരുഷ വിഭാഗവും മനുഷ്യന്മാർ തന്നെയാണ്. അവർക്കും അവകാശങ്ങളുണ്ട്. അതിനെ മറന്നുള്ള സംവരണങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും സംവരണ സീറ്റുകളുണ്ട്. അതിൽ കൂടുതലായിട്ട് സ്ത്രീകൾക്ക് ഇപ്പോൾ സംവരണ സീറ്റുകൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വയ്യാത്ത ഒരാളാണെങ്കിലും ഇപ്പോൾ സ്ത്രീകളുടെ സീറ്റിൽ ഇരിക്കുകയാണെന്ന് കഴിഞ്ഞാൽ സ്ത്രീകൾ എണ്ണീറ്റ് കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് വീണ്ടും വീണ്ടും സംവരണ സീറ്റുകൾ വന്ന സ്ഥിതിക്ക് നമ്മൾ മനുഷ്യരാണ്, മാനസിക പരിഗണന വെച്ചിട്ട് നമ്മളൊരു വയ്യാത്ത ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എണ്ണീറ്റ് കൊടുക്കും, സ്വാഭാവികമാണ്. അല്ലാതെ കൂടുതലായിട്ട് ഇതിങ്ങനെ വന്നു കഴിയുന്നത് നമ്മൾ എല്ലാവരും തുല്യരാണ്. അതുകൊണ്ട് ലേഡീസിന് പ്രത്യേക സംവരണം വേണം. എന്നാലും ഇത് കുറച്ച് കൂടുതലായിട്ടുള്ള ഇതാണ്. അതിനോട് നമ്മൾ അത്ര യോജിക്കുന്നില്ല. ഒരു ബസ്സിലെ ഏകദേശം സീറ്റ് എന്ന് പറയുന്നത് 30ഓളം വരും. അതിൽ 20 എണ്ണവും സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഈ 20 എണ്ണം സംവരണം ചെയ്തതിൽ 18 എണ്ണവും സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ്. ഇതിന്റെ ന്യായമെന്ത്? വിമിഷ വിനോദ്, പബ്ലിക് കേരള.